പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സ്ഥലത്ത് വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പായും അമ്മയും അനിയനുമാണ്. ഞാൻ 2023 ഏപ്രിൽ 20 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃപാസനത്തിൽ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ്. അമ്മയാണ് ആദ്യം യൂട്യൂബിലൊക്കെ കൃപാസനത്തിലെ വീഡിയോകളും സാക്ഷ്യങ്ങളൊക്കെ കണ്ട് എന്നോട് ആദ്യം ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ആദ്യം എനിക്ക് മടിയായിരുന്നെങ്കിലും ഞാൻ പിന്നെ അത് സംബന്ധിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. ഇത് അൾത്താരിൽ കയറിയുള്ള എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവും ഈശോയും ചെയ്ത ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി സാക്ഷീകരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പായ്ക്കൊരു കേസിലകപ്പെട്ട് ഒരു വലിയ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. വളരെ സന്തോഷകരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പ്രതീക്ഷിക്കാതെയാണ് ഒരു കേസ് ഉണ്ടായത്. ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. പല സമയത്തും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ആ സമയങ്ങളിൽ ഞാൻ ഉടമ്പടിയിലായിരുന്നു 3 വർഷമായിട്ട്. ഇന്നലെ ഉടമ്പടി എടുത്തിട്ട് 3 വർഷമായി. അപ്പം ഈ സമയം വരെ ഞാൻ കറക്റ്റായിട്ട് വലിയ പ്രതിസന്ധികളുടെ നടുവിലും ഇവിടെ വന്ന് ഉടമ്പടി കറക്റ്റായിട്ട് പുതുക്കുവാനും പത്രം കൊണ്ട് കൊടുക്കുവാനൊക്കെ എനിക്ക് സാധിച്ചു. ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ പപ്പയെ റിമാൻഡ് ചെയ്തു. ആ സമയത്ത് ഞാനിവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ട് ഈ വിവരം പറയാൻ വേണ്ടി ഞാനിവിടെ വന്ന് ആദ്യം ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുക്കാൻ അവിടെ ക്യൂ നിന്ന സമയത്ത് അവിടുത്തെ ബ്രദർ എന്നോട് ആദ്യം പറഞ്ഞു, ഈ വിഷയം കേട്ടപ്പോഴത്തേക്കും പറഞ്ഞു, ഇതിവിടെ ഒന്ന് പറഞ്ഞതല്ലേ, നീ ഒന്ന് വന്ന് കണ്ടതല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ ഇത് ആദ്യമായിട്ട് വരുവാ, ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് മാതാവ് നേരത്തെ ആ ഒരു വിഷയം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് വേണ്ടിയായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഞാൻ വളരെയധികം ഭാരപ്പെട്ടാണ് ആ ക്യൂവിൽ നിന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, ഞാൻ കരയുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്ന് ഈ പ്രതിസന്ധിയുടെ സമയത്തും. അപ്പം ഒറ്റയ്ക്ക് ഇവിടെ വന്ന് വളരെയധികം ഭാരത്തോടു കൂടി ഞാൻ അവിടെ ക്യൂവിൽ നിന്നപ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൻറ്റി പറഞ്ഞു, സാരമില്ല, വിഷമിക്കേണ്ട മോൾക്ക്, എന്ത് വിഷയമാണെങ്കിലും നമ്മൾ അമ്മയുടെ സന്നിധിയിലല്ലേ നിന്നിരിക്കുന്നത്, അതുകൊണ്ട് അമ്മ അതെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടു വിവരം പറഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, അപ്പനെ മാതാവ് കൊണ്ടുവരുമെന്ന് മാതാവ് ഒരു മെസ്സേജ് അച്ഛനോട് പറഞ്ഞു. ഞാൻ ശരിക്കും ഇവിടെ വന്ന് നിന്നപ്പം അച്ഛനെ കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയോട്. അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് ഇവിടുന്ന് സമാധാനത്തോടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതിനോട് പറഞ്ഞു, അപ്പനെ മാതാവ് കൊണ്ടുവരുമെന്ന്. ആ ഒരു പ്രതീക്ഷയും വിശ്വാസത്തിലും ഞാൻ ധൈര്യപ്പെട്ട് ഇവിടുന്ന് പോയി. പക്ഷേ വക്കീൽ എന്നോട് പറഞ്ഞു 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പപ്പായ്ക്ക് 60 ദിവസം കഴിഞ്ഞപ്പം തന്നെ ജാമ്യം കിട്ടി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. എന്നാൽ പോലും കേസ് തീർന്നിട്ടില്ലല്ലോ, അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തോളാം എന്ന് അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു. അപ്പം പപ്പ ജാമ്യം കിട്ടി വന്ന ഉടനെ തന്നെ ഇവിടെ വന്നു. പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പപ്പായും ഉടമ്പടി എടുത്തു. പപ്പയുടെ സ്വന്തം ഇഷ്ടത്തിന് വന്ന് ഉടമ്പടി എടുത്താണ്. ഞങ്ങൾ 3 പേര്, അമ്മയും നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം പപ്പായും ഉടമ്പടി എടുത്ത് ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി വേജായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചറായിട്ട്. അപ്പം അവിടെ എനിക്ക് ഡെയിലി വേജിനാണ് ആദ്യം കിട്ടിയെങ്കിലും പിന്നീട് അവിടുത്തെ പോസ്റ്റിനൊക്കെ പ്രശ്നം വന്ന് എനിക്ക് അവിടുത്തെ ഡെയിലി വേജ് നഷ്ടപ്പെട്ടു. അവിടെ അന്നേരം ഡെയിലി വേജിന് പോലും വേക്കൻസി ഇല്ല. അപ്പം ഞാൻ വെറുതെ 3-4 മാസം വെറുതെ പോയി പഠിപ്പിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഈ പ്രതിസന്ധിയുടെ സമയത്താണ്, അച്ഛനെ കാണാൻ വരുന്ന സമയത്താണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് സങ്കടം പറഞ്ഞിരുന്നു. ആ ഒരാഴ്ചയിൽ ഞാൻ ആ സ്കൂളിലെ ജോലി നിർത്തി ആ സമയത്ത് അച്ഛനെ കാണാൻ വന്നത്. അപ്പം ഞാനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ജോലി പോലും ഇല്ല, വളരെയധികം പ്രതിസന്ധി കാണപ്പെടുകയാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. വെള്ളിയാഴ്ചയാണ് വന്നത്. ശനിയാഴ്ച എനിക്ക് പരിചയമുള്ളൊരു ടീച്ചർ ഇങ്ങനെ ഒരു സ്കൂളിലെ വേക്കൻസി ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടു. അപ്പം എനിക്ക് ആ സ്കൂൾ അറിയത്തില്ല, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തിങ്കളാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. തിങ്കളാഴ്ചത്തെ ഇൻ്റർവ്യൂവിൽ എനിക്കവിടെ ജോലി കിട്ടി. തിങ്കളാഴ്ച തന്നെ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ലീവ് വേക്കൻസി ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാതിരിക്കുന്ന വിഷമമാണ്. ഒരാഴ്ച എന്നെ മാതാവ് വീട്ടിലിരുത്തിയുള്ളൂ. കറക്റ്റ് എനിക്ക് സ്കൂൾ അടയ്ക്കുന്നവരെ ജോലി ചെയ്യാനായിട്ട് മാതാവ് സഹായിച്ചു. അപ്പം അതും
എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു അനുഗ്രഹമാണ്. പിന്നെ പപ്പയുടെ കേസിൻ്റെ കാര്യങ്ങൾ പിന്നെ നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഹിയറിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. അപ്പം ജോസഫച്ചനോട് ഈ വിവരം ഒന്നുകൂടെ പറഞ്ഞു. അച്ഛാ 27-ാം തീയതിയാണ്, മാർച്ച് 27-ാം തീയതി ഒരു ഹിയറിംഗ് ഉണ്ട്, ലാസ്റ്റ് ഹിയറിംഗ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ കണ്ടതാണ്. അപ്പം അച്ഛൻ ആ കാര്യത്തിന് വീണ്ടും പ്രാർത്ഥിച്ചു, ഒന്ന് തിരിച്ചു പോയി. ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛൻ രാവിലെ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ 7 പറഞ്ഞൊരു സംഖ്യ കാണിക്കുന്നുണ്ട്, സമയമാണോ ഡേറ്റാണോ എന്നറിയത്തില്ല, ആർക്കാണെങ്കിലും അത് പ്രാർത്ഥിച്ചോണോ എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പം അതിന് ശേഷം എൻ്റെ ഉടമ്പടി തിരിയിലും 7 പറഞ്ഞൊരു സംഖ്യ ഇങ്ങനെ കാണിച്ചു. അത് കുറേ ദിവസം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പപ്പായോടും അമ്മയോടൊക്കെ പറഞ്ഞ് 7 കാണിക്കുന്നുണ്ടല്ലോ, അച്ഛനും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മുന്നിലെ അപ്പം ജനുവരി 2026 ജനുവരി എനിക്ക് പുതുക്കേണ്ട സമയമായിരുന്നു. അപ്പം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം 1ാമത് വെച്ച് നിയോഗം പപ്പായുടെ കേസ് തീർപ്പാക്കി തരണമെന്നാണ്. അപ്പം ഇതിന് ശേഷമായി 7 പറയുന്ന സംഖ്യ കാണുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ 1ാമത്തെ നിയോഗം അതാണല്ലോ, അപ്പം കേസിൻ്റെ കാര്യം വല്ലതും ഇനി ഏപ്രിൽ 7 വരെ കേസ് നീണ്ടു പോകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. എന്നാൽ എനിക്ക് അപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ വീട്ടിലിരുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ സ്വപ്നത്തിൽ വീട്ടിലെ പപ്പായുടെ അമ്മയുടെ മുറിയിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയുടെ അടുത്ത് ഇങ്ങനെ ഭിത്തിയിലൊരു മഴവില്ല് തെളിഞ്ഞു വരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പം മഴവില്ല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പപ്പായോടും അമ്മയോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടത് മാതാവിൻ്റെ അടയാളമാണ്, മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്, ഒന്നും പേടിക്കേണ്ടെന്ന് വീണ്ടും പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഓരോ സമയത്തും മാതാവ് ഇങ്ങനെ അടയാളമൊക്കെ ഉണ്ട്, കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിതൊരു വലിയ പ്രതിസന്ധി ആയതുകൊണ്ട് എനിക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, കേസിൻ്റെ വിധി എങ്ങനെ ആയിത്തീരുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു തവണ ലാസ്റ്റ് ഹിയറിംഗ് എന്നും പറഞ്ഞ് ഏപ്രിൽ 6-ാം തീയതി ഹിയറിങ്ങിന് വിളിച്ചു. അപ്പം പപ്പ രാവിലെ ഇവിടെ നിന്ന് പോയി. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇന്നുകൊണ്ട് തീരുമോ, കേസ് തീരുമോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ 7 മാതാവ് കാണിച്ചിട്ടുണ്ട്, അപ്പം ചിലപ്പം ഇന്ന് വിളിച്ചിട്ട് ചിലപ്പം നാളെയും കൂടെ വരാൻ പറയുമായിരിക്കും, നാളെ ഏപ്രിൽ 7 ആണല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പപ്പ തിരിച്ചു വന്നപ്പം പറഞ്ഞു നാളെ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. കറക്റ്റ് ഏപ്രിൽ 7-ാം തീയതി കൊണ്ട് കേസ് തീർന്നു, ഒരു ശിക്ഷയും ഇല്ല, പപ്പായെ വെറുതെ വിട്ടു. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചെയ്ത് വലിയൊരു അത്ഭുതമാണ്. വലിയൊരു കേസായിരുന്നു. എല്ലാവരും പറഞ്ഞത് ശിക്ഷ കിട്ടുമായിരിക്കും, കേസ് തീർന്നാലും ചെറിയൊരു ശിക്ഷ കാണുമെന്നൊക്കെ പറഞ്ഞു. എന്നാലും മാതാവ് ചെയ്ത് വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്. കാരണം മാതാവ് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി എടുക്കാനൊക്കെ ഉള്ളൊരു ആഹ്വാനം തരും. അതുപോലെയാണ് എനിക്കിതിനെ തോന്നിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ദുരന്തമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉടമ്പടി എടുക്കാൻ എനിക്കും അമ്മയ്ക്കും അതിന് മുമ്പ് എടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പപ്പായും എടുത്തല്ലോ. അപ്പം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾ പിടിച്ചു നിന്നത് ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ എന്നും പത്രം കൊടുക്കുമ്പോഴൊക്കെ മാതാവിനെക്കുറിച്ച് പറയാൻ, ആദ്യം ഈ പ്രതിസന്ധി ഒന്നും ഉണ്ടാകാത്ത ഞങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പത്രം കൊടുക്കുമെന്നല്ലാതെ വലിയതായിട്ടൊന്നും ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ പറയും, എന്നാൽ പോലും ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ സമയത്താണ് എനിക്ക് ആളുകളോട് ഒത്തിരി കാര്യങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാനൊരു ആവേശം ഉണ്ടായി. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. എൻ്റെ കയ്യിൽ കാശ് രൂപമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ച് അറിയാത്തവർക്ക് പോലും കാണുമ്പം, ചിലപ്പം ബസ്സിലൊക്കെ വെച്ച് കാണുന്നവരോട് സംസാരിക്കുമ്പം അവരിങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ബ്ലസ് ചെയ്ത കാശ് രൂപമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു. അതുപോലെ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് കൊടുക്കും. ഒരു തവണ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീച്ചർ ഇങ്ങനെ, ഞാൻ വെറുതെ ഇവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് ടീച്ചറിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചത് എവിടെയാണ്? ഞാൻ പറഞ്ഞു കൃപാസനത്തിലാണ്. അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു ടീച്ചർ പ്രഗ്നൻ്റ് ആണ്, അപ്പം സ്കാനിങ്ങിൽ പ്രോബ്ലം ഉണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുവാണ്, എനിക്ക് പേടിയാണ്. ടീച്ചർ ഒരു ഹിന്ദു വിശ്വാസിയാണ്, അപ്പം എനിക്ക് പേടി, എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഉപ്പും തേനും കാശുരൂപവും മാതാവിൻ്റെ ഒരു ഫോട്ടോയും വാങ്ങിച്ചു കൊണ്ടുവന്ന് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചറിന് കൊടുത്തു. ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ഇതുപയോഗിച്ച് പ്രാർത്ഥിച്ചു, അടുത്ത സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു സ്കാനിങ് വീണ്ടും ഒരു സ്കാനിങ് കൂടെ കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു.
അതും എനിക്ക് ചെയ്തത് വലിയ അനുഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പ് സാക്ഷ്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത വലിയ അനുഗ്രഹം, നന്മയാണ്. ഇപ്പം ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു ജീവിതമാണ് മാതാവ് തന്നിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മുന്നേറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾ മുടങ്ങാതെ ജപമാല ചൊല്ലാറുണ്ട്, പ്രാർത്ഥിക്കും. സാക്ഷ്യവും രാവിലത്തെ ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. ചൊവ്വാഴ്ചത്തെ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടുന്നുണ്ട്. അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയവും കൂടെ ഞാൻ അതിൽ കമൻ്റ് ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട് ലൈവിൽ. പിന്നെ സ്റ്റാറ്റസ് ഇടും. പിന്നെ അങ്ങനെ വലിയ ചെറുതും വലുതുമായ ധാരാളം കാര്യങ്ങൾ മാതാവിൻ്റെ ജീവിതത്തിൽ ചെയ്തു. ബൈബിള് വായിക്കുന്നുണ്ട്. യേശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ തന്ന ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യമായി മോന് വിറവലും പനിയുണ്ടാകുമായിരുന്നു. കൂടെ 13 വയസ്സ് വരെ കുഞ്ഞിന് വിറവലും പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് കാരണം അങ്ങനെ പേടിച്ച് ഞാൻ മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് നേർന്നു കഴിഞ്ഞെങ്കിലും എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ. പിന്നെ മോളെ കൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുപ്പിച്ചു. എന്നിട്ടും പിന്നെ ഞാൻ ഒത്തിരി ഉടമ്പടി എടുക്കാതെ നിന്നു. ഇതുവരെ എൻ്റെ കണ്ണിന് ഭയങ്കരമായിട്ട് മൂടൽ സംഭവിച്ചു. ദൂരെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു. പിന്നെ ഞാൻ ഓർക്കും മാതാവേ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാഞ്ഞിട്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ ഞാനത് ആശുപത്രിയിൽ പോയി ഒന്ന് കാണിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു തുള്ളിമരുന്ന് തന്നു. ഇത് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ വരണമെന്ന് പറഞ്ഞു. എനിക്ക് ആശുപത്രി പോകാനും മരുന്ന് കഴിക്കാനൊക്കെ എല്ലാത്തിനും പേടിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അവർ തുള്ളിമരുന്ന് തന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചെങ്കിലും എനിക്ക് കണ്ണിന് അത് ഒഴിക്കുമ്പം തന്നെ കരികരിപ്പ് കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പിന്നെ 2 ദിവസം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അത് ഒഴിച്ചിട്ടേ ഇല്ല. അത് തനിയെ ഉടമ്പടി തൈലം കൊണ്ട് തനിയെ മാറിപ്പോവായിരുന്നു. അതാ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ. ഹിരണ്യയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരപ്പോഴത്തേന് ഒരു കുഴപ്പമില്ലാതെ എല്ലാത്തിനും നന്ദി പറയുന്നു. എക്കോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇച്ചിരി പ്രതിസന്ധിയൊക്കെ ആ സമയത്തുണ്ടായി. അപ്പം വീണ്ടും ഡോക്ടർ പറഞ്ഞു ഒരു എക്കോ ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നാളുകൾ ഈ അടുത്ത നാളുണ്ടായി. ഒരു 60-65 ദിവസത്തോളം സബ് ജയിൽ കഴിയേണ്ടി വന്നു. അത് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. എങ്കിലും നമുക്ക് മറ്റ് ദേഹോപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും എൻ്റെ കുടുംബം ഞങ്ങളും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചും ജയിലിൽ ഞാൻ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വായിക്കുന്ന 70-ാം സങ്കീർത്തനമാണ്. അത് വായിച്ച് ഞാൻ അമ്മയോട് പറയും എനിക്ക് ഈ ക്രിസ്മസിന് മുമ്പായി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളൊത്ത് ഭവനത്തിൽ കഴിയണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ഡിസംബർ 15-ാം തീയതി എനിക്ക് യാമി ലഭിച്ചു. അതേറ്റവും വലിയൊരു അനുഗ്രഹമായി തീർന്നു. എങ്കിലും പിന്നെ ഈ കേസ് മുന്നോട്ട് പോയെങ്കിലും ദൈവം പരിശുദ്ധ അമ്മ ഞങ്ങളെ ഞാൻ വന്ന ഉടനെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഗോവയെ സേവിക്കുന്ന പറയുന്ന പ്രകാരം ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഒന്നിച്ച് നല്ല വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളും രാവിലത്തെ അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ കൂടുന്നുണ്ട്. കൃത്യമായിട്ട് ബൈബിള് അരമണിക്കൂർ വെച്ച് വായിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കേസ് നമ്മളിൽ നിന്ന് തള്ളിപ്പോവുകയും പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും തിരുകുമാരനും കൂടാനുകൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ കുഞ്ഞിന് മോന് കിഡ്നിയുടെ പ്രവർത്തനം 2 കിഡ്നിയിൽ ഒരു കിഡ്നി പ്രവർത്തനം സൂപ്പെട്ടു എങ്കിലും അത് പ്രവർത്തനമില്ലായിരുന്നു. അന്ന് ഒരു കിഡ്നിയുടെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യം 2.5 വയസ്സിലൊരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നിയുടെ വലിപ്പം കുറവാണെന്ന് പറഞ്ഞു. അത് ഈ അടുത്ത നാളിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നപ്പം എന്നോട് കൊച്ചിനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് കിഡ്നിയുടെ പരിശോധന ചെയ്യണമെന്ന് പറഞ്ഞു അതിന് ഇച്ചിരി വലിപ്പക്കുറവുണ്ട്, പിന്നെ വളർച്ച ഉണ്ട്, കുറവുണ്ട്, അതുകൊണ്ട് പ്രവർത്തനമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് 6 മാസം കൂടുമ്പം ചെക്ക് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അതും പ്രകാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പ്രവർത്തനമുണ്ട്.
ഈ അടുത്ത ഒരു ടെസ്റ്റുണ്ട്, ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കി നടത്തുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? ജോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം വചനമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ ഒരുപക്ഷെ നിരാശപ്പെടാം. എന്നാൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം മാത്രമാണ് ഉറച്ച ഉറപ്പ്. ദൈവം നമ്മുടെ വലത് ഭാഗത്തുണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമെങ്കിലും അതെല്ലാം താങ്ങുവാനും അതെല്ലാം തരണം ചെയ്യുവാനുമുള്ള ശക്തിയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ ഉറപ്പ്. മനുഷ്യർ വിട്ടുപോയാലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം വന്നാലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും. നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ അറിയാവുന്ന, നമ്മുടെ അടുത്തറിയുന്ന, നമ്മുടെ കൂടെയുള്ളൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഉടമ്പടിയിലുള്ളത്. സഹായമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവമാണ് നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ മകൻ്റെ കേസിൻ്റെ ലാസ്റ്റ് ഡേ, കേസ് തീർന്നു കിട്ടിയ ദിവസമാണ് 7-ാം തീയതി. പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നുകൊണ്ടപ്പോൾ, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ചേർന്ന് നിന്നപ്പോൾ ഈ മകൾ പറഞ്ഞത്, എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഉടമ്പടിയിലായിരുന്നുകൊണ്ടാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം വരുന്നു എന്ന് പറഞ്ഞാണ് അമ്മ വന്നത്. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ മകൾക്കും തോന്നിയത്, എന്ത് ദുരന്തം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഉടമ്പടിയിലാണെങ്കിൽ ഈശോയും അമ്മയും കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഉറച്ച വിശ്വാസത്തിലാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചതും. മഴവില്ലിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ അടയാളം, അതായത് സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവ്, സമയത്തിന് മേൽ അധികാരമുള്ള, സമയഘടികാരം നെഞ്ചി ചാർത്തി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നു. ആ അമ്മയുടെ സ്നേഹത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. നമുക്ക് ആ സങ്കീർത്തകൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ, അസാധ്യമെന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? നമ്മുടെ എല്ലാ കേസുകളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിനെ എല്ലാം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്റ്റെഫി ജോർജിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.